ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതൾ എൽസ ഒഫീഷ്യൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു പുതിയ ആൾ കൂടെ ഉണ്ട്. സൈറ്റ് അടിച്ച് കാണിക്കുന്നോടാ. ഹായ് പറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഹായ് പഞ്ഞി പൊന്നു കുഞ്ഞൊരു ഹായ് പഞ്ഞി. അച്ഛയെ നോക്കി ഹായ് പറ. ക്യാമറയുടെ പുറകിൽ അച്ഛനുണ്ട് എന്നാ ഞാനവിടെ നോക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നോക്ക് ഗായ്സ്, എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നല്ല പ്രാന്തുണ്ട്. എനിക്ക് പ്രാന്തില്ല. ഇതാണ് പ്രാന്തം ആദ്യം പറയുന്നത്. എന്ത് പ്രാന്തില്ലെന്ന് കേട്ടോ അരിമണി? അമ്മയ്ക്ക് പ്രാന്ത കണ്ടാവും, വയലന്റ് ആയി. അമ്മയ്ക്ക് പ്രാന്താന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാ എനിക്ക് പ്രാന്തുണ്ട്. അങ്ങനെ അവസാനം സമ്മതിച്ച് അല്ലേ കുഞ്ഞു അമ്മ നമുക്ക് പാൻ തന്നെ പോയി ചെയ്യും നോച്ചാൽ എന്റെ കുഞ്ഞിന്റെ എക്സ്പ്രഷൻ ഇഷ്ടപ്പെട്ടില്ല, കൊണ്ടേ കൊടുത്തിട്ട് വരാം. ഓക്കെ, അപ്പൊ പറയൂ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു ചിത്രരോഗിലേക്കുണ്ട്. പ്രാന്തൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഫ്ലവർ ബേസ് വിലപ്പെട്ടതാണ് എന്റെ തല. വെക്ക് മിണ്ടരുത് നീ. ഇല്ല. അപ്പൊ ഞാൻ അയ്യോ നീ മിണ്ടായിരുന്നു എങ്ങനെ ശരിയാവും? മാറ്റം എന്ന് പറഞ്ഞാൽ മുടി കുറെ കൊഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. മുടി കൊഴിഞ്ഞല്ല, ഞാൻ മുടി വെട്ടിയതാണ്. ഞാൻ മാത്രമല്ല, അവന് വെട്ടിയിട്ടുണ്ട്. ക്യാമറയുടെ പുറകെ പോയി നിൽക്കുന്നുണ്ട്. ഒരു ഷോട്ട് ഞാൻ കാണിച്ചു തരാം. വേണ്ട, നോക്കൂ ഗൈസ്, മുടി വെട്ടിയ ലുക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചപ്പോ അവൻ മുഖത്തെന്തോ തേച്ചോണ്ടിരിക്കുന്നു. നോക്കട്ടെ, സുഭാഷ് പാർക്കിലില്ലേ എറണാകുളത്ത്, ഇതുപോലത്തെ ഒരു കുരങ്ങന്റെ പ്രതിമയുണ്ട്. നീ ഇരിക്കുന്ന പോലെ തന്നെ അതും ഇരിക്കുന്നത്. അല്ല, നിന്റെ അതേ ഫേസ് കെട്ടാ. നോക്കൂ ഗൈസ്, കയ്യിലിരിപ്പ് പറഞ്ഞ നാട്ടുകാർ കൈ വിരല് തല്ലി ഓടിച്ച് കണ്ടാ. അത് ആക്ച്വലി ഞാൻ വിരലിനൊരു താങ്ങ് കൊടുത്തതാണ്. അതെ, നന്നായിട്ട് വല്ലാണ്ട് താങ്ങിയതുകൊണ്ട് ആരോ താങ്ങി കൊടുത്തതാ. അത് ഈ വാഴക്കൊക്കെ നമ്മള് താങ്ങ് കൊടുക്കൂലേ? കറക്റ്റാ, വൃത്തിക്ക് വളരാൻ വേണ്ടിട്ട്. കറക്റ്റാ, നിനക്ക് വൃത്തിക്ക് വളരാൻ വേണ്ടി താങ്ങി തന്നത് തന്നെ. പ്രസവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗർഭിണിയായി കഴിഞ്ഞാൽ പ്രസവിക്കാൻ നിവൃത്തിയുള്ളൂ അല്ലേ വിരുക്കുട്ടെ? അതല്ല, പ്രസവരക്ഷ. പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവരക്ഷ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പ്രസവരക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടി പറഞ്ഞത് എന്താണ്? എനിക്കൊന്നും ഓടി വന്നില്ല, കാരണം എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. സോ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താണ് പ്രസവരക്ഷ? അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ മോനെ തിളച്ച വെള്ളം കോരി അച്ചാലും പുച്ചാലും ഒഴിക്കും, പിന്നെ നമ്മൾ വയറ് കെട്ടി വെക്കണം, കിടന്ന കിടപ്പ് കിടക്കണം. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റിച്ചൊക്കെ ഉണങ്ങാനായിട്ട് 19 ദിവസം എടുത്തുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഹൊറിബിൾ മെമ്മറി ആയതുകൊണ്ട് അമ്മ കൂടുതലൊന്നും എന്നോട് പറഞ്ഞില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്ത് പ്രസവരക്ഷ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രസവരക്ഷ കുറച്ചും കൂടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രസവരക്ഷയുടെ ഒരു എക്സ്പീരിയൻസും എന്തൊക്കെയാണ് എൻ്റെ പ്രസവരക്ഷയിൽ നടന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ കാണുമ്പോൾ കുറേ പേര് അതിനകത്ത് കമൻ്റ് ഇടാറുണ്ട്, ചേച്ചി റെസ്റ്റ് എടുക്കുന്നില്ലേ, കിടക്കുന്നില്ലേ, കുഴമ്പ് തേക്കുന്നില്ലേ, കഷായം കുടിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് 1 മാസവും 8 ദിവസവും കഴിഞ്ഞു. അപ്പോൾ എൻ്റെ പ്രസവരക്ഷ, എൻ്റെ സ്റ്റിച്ച് ഉണങ്ങി കഴിഞ്ഞ് ഉടനെ പ്രസവരക്ഷ കഴിഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കുള്ള മസാജ്, ബാക്കി കുഴമ്പ്, കഷായം, അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയാണിത്. ഒട്ടുമിക്ക വീട്ടിലും സ്ത്രീകളുണ്ടാവും. അപ്പോൾ അവർക്ക് ഗർഭിണി ആയിക്കഴിഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കൊടുക്കേണ്ടതാണ് പ്രസവരക്ഷ. ഇപ്പോൾ പ്രസവരക്ഷ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലായിരിക്കും അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രസവരക്ഷ ചെയ്യുമ്പോഴത്തേക്കും നല്ല ടീമിൻ്റെ അടുത്ത് തന്നെ ചെയ്യണം. അപ്പം ഞാൻ ചെയ്തത് സമേത ആയുർവേദിക്സിലാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. അവരുടെ ഓഫീസ് വരുന്നത് കോഴിക്കോടും ട്രിവാൻഡ്രം ആണ്. ഇപ്പോൾ അവർ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് അവിടെ ചെന്ന് നിന്നിട്ട് ഇപ്പോൾ 14 ദിവസം 21 ദിവസം അങ്ങനെ പല പാക്കേജ് ഉണ്ട്. ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഹോം സർവീസ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഹോം സർവീസ് ആണ് എടുത്തത്. ആക്ച്വലി എനിക്ക് അവിടെ പോയി നിന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം അവിടെ പോയി നിൽക്കുമ്പോൾ ഹോം സർവീസിലുള്ളതിനേക്കാളും നമുക്കൊരു റിലീഫ് കിട്ടും. ഒരു റിസോർട്ടിൽ പോയി നിൽക്കുന്ന പോലത്തെ ഒരു ഫീല്. ഫുഡും ബാക്കി കാര്യങ്ങളും എല്ലാം അവർ നോക്കിക്കോളും, സെറ്റായിരിക്കും. പക്ഷേ ഞാനും ഇനി ഇവിടുന്ന് പോയി കഴിയുമ്പോഴത്തേക്കും കൂടെ എനിക്ക് അമ്മേനെ കൊണ്ടുപോകേണ്ടി വരും. പക്ഷേ അമ്മയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിപ്പിയും നീമോയും ഒറ്റയ്ക്കായി പോകും. അതുകൊണ്ട് ഞങ്ങൾക്കും അവരെ വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഹോം സർവീസ് ആണ് എടുത്തത്. അപ്പോൾ എനിക്ക് വീട്ടിൽ വന്ന് നിന്നിട്ടാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്തു തന്നത്. അപ്പോൾ എറണാകുളത്ത് ഇപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ കോഴിക്കോടുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്. പക്ഷേ ഓൾ കേരള അവർക്ക് സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് അവർ ഈ ട്രീറ്റ്മെൻറ്റിൽ ചെയ്തതെന്നുള്ളതാണ് ഈ വീഡിയോ ത്രൂ ഔട്ട്. എനിക്കുള്ള പ്രസവരക്ഷ മാത്രമല്ല, നമ്മുടെ അരിമണീനെ കുളിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ അവർ തന്നെയായിരുന്നു ചെയ്തത്. ആക്ച്വലി ഞാൻ പ്രഗ്നൻ്റ് ആയതിന് ശേഷം തൊട്ട് എനിക്ക് ലിപ് ബാം, ഹെയർ ഓയിൽ, സ്ട്രെച്ച് മാർക്ക് ഓയിൽ, കൺമഷി, അങ്ങനെ ബ്രൈറ്റനിങ് ഓയിൽ, അങ്ങനെ കുറച്ച് വളരെ ആയുർവേദിക് ആയിട്ടുള്ള അവരുടെ തന്നെ ഓൺ പ്രൊഡക്ട്സ് എനിക്ക് അയച്ചു തന്നിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ തന്നെ ഞാൻ സ്ട്രെച്ച് മാർക്ക് ഓയിലൊക്കെ തേച്ചതുകൊണ്ട് തന്നെ എനിക്ക് സ്ട്രെച്ച് മാർക്കൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ലിപ് ബാം ഒക്കെ അവരുടെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പോഴാണെങ്കിലും ഞങ്ങളുടെ എല്ലാ മുറിയിലും ഓരോ ലിപ് ബാം ഉണ്ടാവും. കാരണം എവിടെ വെച്ചാണ് ആവശ്യമുള്ളത് അവിടെ വെച്ച് ഞാൻ എടുത്ത് തേക്കും. നല്ല കളറുള്ള നല്ല നാച്ചുറൽ ലിപ് ബാം ഒക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കം ഓൺ.
അപ്പോൾ ഹോം സർവീസിന്റെ ഭാഗമായിട്ട് ഈ കുട്ടി വീട്ടിൽ നിൽക്കുമ്പോൾ കിടക്കാനുള്ള ബെഡും കൊണ്ട് വരുവാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്നെ കിടത്തി മസാജ് ചെയ്യാനുള്ള ബെഡാണത്. പിന്നെ ഒരു ഗർഭിണിയെ കാണാൻ വരുമല്ലേ, പെട്ടി നിറച്ച് സ്വീറ്റ്സ് ആയിട്ട് വരുവാണെന്ന് വിചാരിച്ച് ഞാൻ കൊതിച്ച് തുറന്നു നോക്കിയപ്പോൾ ദേ ഒരു ലോഡ് ആയുർവേദം മരുന്ന്, അതും എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്തത്. ബിക്കോസ് ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചാണ് അവർക്കുള്ള മരുന്നും ട്രീറ്റ്മെന്റ് ഇവർ ഡിസൈഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞു അവിടെ കുളിച്ച് കുഞ്ഞിന് പറ്റുന്നതും എനിക്ക് പറ്റുന്ന എല്ലാ ഓയിലും സോപ്പും എല്ലാം ഇവരുടെ ഓൺ പ്രിപ്പറേഷൻ ആണ്. കംപ്ലീറ്റ് മെഡിസിൻസ് ഇവർ കൊണ്ടുവരും. നമ്മൾ അതിനെപ്പറ്റി ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. ആ ഹെഡ് ഓയിൽ മസാജ് എന്റെ മോനെ ഞാൻ കുറെ നേരത്തേക്ക് കിറങ്ങിയിരിക്കും, അത്രയ്ക്ക് റിലാക്സേഷൻ ആണ്. അത് കഴിഞ്ഞ് ഹെയർ മാസ്ക്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ അമ്മ അല്ലെങ്കിൽ വിനു ആയിരിക്കും കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അവർക്ക് പിന്നെ യാതൊരുവിധ ടെൻഷൻ ഇല്ല, കുഞ്ഞിനെ മാത്രം നോക്കിയാൽ മതി. എന്റെ ട്രീറ്റ്മെന്റ് അവിടെ തകൃതിയായിട്ട് നടക്കും. ലക്കളക്കളക്കളാന്ന് വിരൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. സമയത്തിന്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത്. സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ തന്നെ ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമായിരുന്നു. ഇപ്പൊ തേക്കുന്നതിനൊരു ചാണക ലുക്ക് ഉണ്ടെങ്കിലും നല്ല ഗുണമുള്ള ഫേസ് മാസ്ക് ആണ്. അതിനുശേഷം എന്റെ വാലഗോപാലനെ എണ്ണ തേപ്പിച്ച് കിടത്തി നല്ല വേദുവെള്ളത്തിൽ കുളിപ്പിക്കും. അടുത്തതായി ഓൾ ദ ഡ്രീംസ് ലൈക്ക് ട്വിങ്കിൾ സ്റ്റാർസ്. മസ്തിഷ്കത്തിന്റെ വടക്കേ മൂല വരെ എത്തുന്ന ഒരു പുക പ്രയോഗം, അതാണ് ധൂമപാനം. ജലദോഷം നീർക്കെട്ടൊക്കെ വരാതിരിക്കാനുള്ള ഐറ്റമാണ് ഇത്. പിന്നെ സമയതയുടെ ലിബാം എടുത്തിട്ട് പല്ല് തേക്കുമല്ലോ ഞാൻ ലിപ്പിൽ അപ്ലൈ ചെയ്യണം. പിന്നെ കൺമഷി എടുത്ത് കണ്ണീ കുത്തിയില്ല, കണ്ണെഴുതി, പൊട്ട് തൊട്ടില്ല, രാസ്നാദി ഇട്ടു. ഇതെല്ലാം അവരുടെ നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. പ്രസവരക്ഷ തീരുന്നവരെ നമ്മുടെ ഡെയിലി റൊട്ടീൻ ഇങ്ങനെ തന്നെയായിരിക്കും. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഈ ഉഴിച്ചിൽ നമ്മുടെ ബോഡിയിലുള്ള നീരൊക്കെ ഇവർ നന്നായിട്ട് ഉടയ്ക്കും. അപ്പൊ നമ്മുടെ ജോയിന്റ് പെയിൻ ഒക്കെ മാറും, നമുക്ക് നല്ല റിലീഫ് ഉണ്ടാവും. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. മുടി അങ്ങ് പുകച്ച് പെര നമ്മൾ കത്തിക്കും ഇല്ലട്ടോ. ഇതാണ് കേശധൂപനം. പിന്നെ വയറ് കുറയാനായിട്ട് വയറ് കെട്ടി വെക്കും. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല കാമും റിലാക്സ് ആവാനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ നല്ല പോളപ്പം പാട്ട് ഇട്ട് തരും. മുക്കാബില എന്നിട്ട് തരില്ല, നല്ല റിലാക്സിങ് മ്യൂസിക്കുകൾ. ട്രീറ്റ്മെന്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നാരങ്ങ കിഴി സ്റ്റാർട്ട് ചെയ്യും. അത് വെച്ച് നല്ല കിണ്ണം കാച്ചിയ മസാജ്. അരവാ. പിന്നൊരു തേപ്പുണ്ട്, വെറും തേപ്പല്ല, മഞ്ഞൾ വെച്ചുള്ള തേപ്പ്. പിന്നെ ആദ്യമായിട്ട് കഷായം വെക്കുന്നത് ഞാൻ ലൈവായിട്ട് കണ്ടു. കുറുന്തോട്ടി കഷായം. രാവിലെ തന്നെ കുറുന്തോട്ടി പറിക്കാൻ വേണ്ടി വിനും പപ്പയും കൂടെ അപ്പുറത്തെ പറമ്പിൽ പോയി ഞണപണാന്ന് അന്വേഷിച്ചിട്ട് പോലും കിട്ടിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതൊക്കെ ഇവര് തന്നെ കൊണ്ടുവന്നതാ. അത് ഞവര അരി പൊടിച്ചതിലേക്ക് മിക്സ് ചെയ്തു. ഞവരക്കിഴി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നല്ല പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കി. ആഹാ, ഉപ്പില്ലാത്ത പായസം പോലെ. എങ്ങനെയാന്നല്ലേ ഞാൻ ആരും അറിയാതെ ചെറുതായിട്ടൊന്ന് നക്കി നോക്കി. ബൈ ദ ബൈ, ഇത് നമുക്ക് കിഴി കെട്ടാൻ വേണ്ടിയിട്ട് ലൈവാ, എല്ലാം ലൈവാ. അവിടെ വെച്ച് തന്നെ കിഴി കെട്ടിയിട്ട് അപ്പൊ തന്നെ കസ്റ്റമർക്ക് ഒരു അറ്റ തേപ്പ. എന്ത് തേപ്പാ? ഞവരത്തേപ്പ്. അങ്ങനെ ഞവരക്കിഴി കെട്ടി ഞവരത്തേപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഞവര ഫേഷ്യൽ. എങ്ങനെയുണ്ട് എന്റെ ഞവരപ്രാസം? അപ്പൊ വിനു മസിൽ പിടിച്ച് കുഞ്ഞാവയെ നോക്കുന്നുണ്ട്. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ഫേഷ്യലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ സ്റ്റെപ്പ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു സ്ക്രബ്, അതിനുശേഷം ഫേസ് സ്റ്റീം ചെയ്തിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുക. അതിനുശേഷം ഞവരക്കിഴി വെച്ച് നന്നായിട്ട് മസാജ് ചെയ്യും. പ്രസവരക്ഷയുടെ ലാസ്റ്റ് ദിവസമാട്ടെ ഫേഷ്യൽ ചെയ്യുന്നത്. പ്രസവരക്ഷ എടുക്കുന്ന ആളുകളുടെ കംഫർട്ടബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജ് എടുക്കാവുന്നതാണ്. ഇവരാരും നമ്മുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് എടുക്കുന്ന പാക്കേജ് എന്ന് പറയത്തില്ല. കാരണം ഇവർ അഹിംസാവാദികളും സർവ്വപരി നല്ലവരുമായതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. തമാശയാണേ, എല്ലാരും ചിരിക്കുന്നുണ്ടല്ലോ അല്ലേ? കമന്റ് ചെയ്യട്ടോ. പിന്നെ കമന്റ് ചെയ്യണ കൂടുതൽ ലൈക്കും കൂടെ ഒന്ന് അമർത്തിയാൽ നല്ലതായിരുന്നു. അതിന് പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ, ചെയ്യട്ടാ. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇവരുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവേണ്ടവർക്ക് അങ്ങനെ ആകാം, അതല്ല വീട്ടിൽ വന്ന് ചെയ്യുന്നുള്ളവർക്ക് അങ്ങനെ ആവാം, അല്ലെങ്കിൽ സ്റ്റേ ബാക്ക് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പൊ ഞവരക്കിഴിയും ഞവര ഫേഷ്യലൊക്കെ കഴിഞ്ഞിട്ട് ബോഡിയിൽ ഞവര കംപ്ലീറ്റ് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇത് ഭയങ്കര റിലാക്സേഷൻ തരുന്നൊരു സാധനമാണ്. ദെൻ വേദുകുളി, പിന്നെ എല്ലാം റിപ്പീറ്റ്. അപ്പോ ഇത്രയിടം വരെ വന്ന് എന്നെയും എന്റെ കുഞ്ഞിനെയും കുളിപ്പിച്ച് സുന്ദരനും സുന്ദരിയുമാക്കി തന്ന സമയതയിലെ സ്റ്റാഫായ ധന്യക്ക് എന്റെ വ്യക്തിപരമായ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലുമുള്ള മുടിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി നന്ദി നന്ദി, ഒരു ലോഡ് നന്ദി. ബട്ട് ഗായ്സ്, സീരിയസ്ലി പ്രസവം കഴിഞ്ഞിട്ട് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് ആവാനായിട്ട് ഇവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെ ഇതിലുള്ള ഒരു സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രസവരക്ഷ പാക്കേജ് കഴിഞ്ഞല്ലോ, ഇനിയുള്ള ദിവസങ്ങളിൽ ആരുമില്ല മസാജ് ചെയ്യാൻ. ഞാൻ തന്നെത്താൻ മസാജ് ചെയ്ത് തന്നെത്താൻ കുളിക്കണം. അതുമാത്രമല്ല കുഞ്ഞിനെ കുളിപ്പിക്കണം. പക്ഷെ ആ ഒരു കുറവ് അറിയാതിരിക്കാനായിട്ട് എനിക്ക് കഴിക്കാനുള്ള അരിഷ്ടം, ലേഹ്യം, കഷായം, പിന്നെ കുളിക്കാനുള്ള സോപ്പ്, ഓയില്, കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള സോപ്പ്. കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴത്തേക്കും അവരുടെ സോപ്പ് യൂസ് ചെയ്യണമെങ്കിൽ കണ്ണൊന്നും എരിയത്തില്ല. ഞാൻ അവന് വേണ്ടി അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അവനുള്ള ഹെയർ ഓയിൽ കാര്യങ്ങളെല്ലാം തന്നിട്ടാണ് അവർ പോയത്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ നമുക്ക് തന്നേക്കുന്ന ലേഹ്യം, കഷായം, അരിഷ്ടം, ആ മരുന്നൊക്കെ തീരുന്നവരെ കറക്റ്റ് ആയിട്ട് അവർ നമ്മളെ വിളിച്ച് ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മുടെ കാര്യത്തിലോ കുഞ്ഞിന്റെ കാര്യത്തിലോ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് ദം. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, ഇത്രയാണ് എനിക്ക് നടന്ന ട്രീറ്റ്മെന്റ്. അപ്പൊ എന്റെ ആ ഫസ്റ്റത്തെ ഉള്ള കോലം ഇപ്പോഴുള്ള ലുക്കും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മേക്കപ്പ് ഇട്ടേക്കുവാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഐലൈനർ എഴുതിയിട്ടുണ്ട്, ബിക്കോസ് മുടി വെട്ടാൻ പോയിട്ട് തിരിച്ചു വന്നതാണ്. മുടി ഞാൻ വെട്ടിക്കളഞ്ഞു. ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയാമല്ലോ, നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മുടി ഒഴിച്ചിലുണ്ടാവും. പക്ഷേ അവരുടെ ഒരു ട്രീറ്റ്മെന്റ്, അവരുടെ എണ്ണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മുടി ഒഴിച്ചിലൊക്കെ വളരെ കുറവായിരിക്കും. മുടി കൊഴിയും എന്നറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇത്രയൊക്കെ വെട്ടിപ്പറിച്ച് കളഞ്ഞു. അപ്പോൾ മുടി കൊഴിയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്തേക്കുന്നത്. കർത്താവേ കാത്തോണേ. അപ്പോൾ പറഞ്ഞു വന്നത്, എൻ്റെ ആ ഒരു ആദ്യത്തെ ലുക്കും ഇപ്പോഴത്തെ ലുക്കും കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ലുക്കിൽ മാത്രമല്ല, എനർജി ലെവലായാലും ബാക്കി ഒരു ഫിസിക്കൽ കണ്ടീഷൻ ആണെങ്കിലും മെന്റൽ കണ്ടീഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക, അവരുടെ പേര് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തുകയാണെങ്കിൽ
അമ്മേ ഒരു ഗ്ലാസ് നാരങ്ങളും കിട്ടും. ബെല്ലൈക്കണും കൂടെ അമർത്തുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ബൈ.